ഹലോ, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈ, അതായത് ആദ്യമായിട്ട് ഞാനും ഈസമോളൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ പോവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. മോളെ കാണിച്ചു തരാം. മോളാണെങ്കിൽ ഫുൾ ലോകം മൊത്തം ചുറ്റിക്കൊണ്ട് നടക്കുകയാണ്. കാണിച്ചു തരാം. ഓൾക്കാണെങ്കിൽ കളിക്കാനൊരു പാർക്കിൽ വന്ന ഫീലാണ്. മൊത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ബേബി സേ ഹായ്. ഹായ്, സേ ഹായ് പറ. ഹായ് ഹായ്. അപ്പം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയ സമയത്ത് ഒരു ചെറിയൊരു പേടി. പിന്നെ നമ്മൾ ജോലിക്കൊന്നും പോകുന്നതല്ല, പഠിക്കാൻ പോകുന്നതല്ല, നമ്മൾ ഫാമിലി ആയിട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചു വരാനുണ്ട്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് അധികം വ്ലോഗ് എടുക്കാനുള്ള സമയം ഉണ്ടാവും തോന്നില്ല. നമുക്ക് ഓരോ സെക്ഷനിൽ ഇങ്ങനെ നമ്മൾ ആദ്യം എൻട്രി കഴിഞ്ഞു, ചെക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പം എന്തിനൊക്കെയോട് നമ്മൾ പോകാൻ പോവാണ്. നമ്മുടെ കൂടെ വാവയുണ്ട്. അപ്പോൾ അവനാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പേപ്പറൊക്കെ എടുത്തിട്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കട്ടെ കേട്ടോ. സത്യം പറയാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മുതൽ മോള് ഭയങ്കര ബഹളല്ല അച്ഛനേട്ടാ, ഒരു രക്ഷയില്ല. ഫുള്ള് എന്താണ് ഇത്ര ഇത് വീട്ടിലായിട്ടുള്ള പോലെ ഓടി കളിക്കുക. പോലീസുകാരൊക്കെ ചീത്ത അറിയാം, പറഞ്ഞില്ല കേട്ടോ. വാവ അവിടെ ഫുഡിൻ്റെ ഏരിയയിലൊന്ന് പോയി നോക്കിയാണ് എന്തൊക്കെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ മോളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടിയതായിട്ട്. ഇവിടുന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് മിസ്സാവുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറേ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും പിന്നെ കുറേ സമയം. ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുമ്പോൾ 7 എത്രയായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് 9 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അത്രയും സമയം ഇനി കുറച്ചുകൂടെ എയർപോർട്ടിൽ എന്ന് പറയുമ്പോൾ അതൊക്കെ കുറച്ച് സമയമാണെന്ന് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമുക്കത് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് ആ സമയം വരെ കാത്തിക്കാം. In the seat pocket in front of you, we strongly suggest you read it before takeoff. Thank you for your attention. അങ്ങനെ നമ്മൾ ഗുജറാത്തിലായിട്ടുള്ള. അപ്പോൾ ഗുജറാത്തിൽ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടോ. എനിക്ക് റൂമും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ ഒരു 10 മണിക്കാണ് തോന്നുന്നു ഇവിടെ ചെക്ക് ഇൻ ചെയ്തത്. ഇന്ന് എത്ര മണിക്കാണ് ചെക്കൗട്ടൊന്നും അറിയില്ല. പിന്നെ മെനഞ്ഞാന്ന് രാത്രിയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് മോക്കൊക്കെ. മോക്കിപ്പോൾ 11 മാസം കഴിഞ്ഞ് 12ാമത്തെ മാസം സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അവൾക്ക് ഈ ഒരു ടൈമിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റി എന്നുള്ളത് ഭയങ്കര. പക്ഷെ അവൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ അതിൻ്റെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി. പിന്നെ കുറേ സമയം കരഞ്ഞ് പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 2 ഫ്ലൈറ്റ് കയറാൻ പറ്റി. ആദ്യം ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റ് കയറി. പിന്നെ അവിടെ കുറേ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ സൂറത്തിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറിയത്. അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങി. പിന്നെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് എന്തോ ഫ്രൈഡ് റൈസ് ഒക്കെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അതാണ് ഒരിത്തിനുള്ള പോർഷന് 300 രൂപ ഒന്നിന്. ഞങ്ങൾ 900 രൂപ കൊടുത്തിട്ട് 3 പോർഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ്ട് എസ് ബേബി ഇവിടെ ഞങ്ങളിങ്ങോട്ട് കടത്തി വിട്ടു. ഇവിടെ താഴത്തേക്ക് പോകാൻ പേടിയാണ്. ഹായ്. അപ്പം അത് ഞാൻ എങ്ങനെയോ കഴിച്ചില്ല. അത് ഞാൻ ബാലൻസ് വെച്ചു. അപ്പോൾ സച്ചിനേട്ടൻ വന്നിട്ട് അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഒന്ന് താഴത്തൊക്കെ പോയി പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. വാവ് പറഞ്ഞു നമുക്ക് പൂളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൂളിൽ പോയി. അവിടുന്ന് പിന്നെ അവൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ പാർക്കിലൊക്കെ പോയി മുളക് കളിപ്പിച്ച് അവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് വേണം റെഡി ആയിട്ട് വരുന്നു, വാ നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ടൊന്ന്. അങ്ങനെ ഞങ്ങൾ പോയി ഫുള്ളി ഇതേ സെയിം കോസ്റ്റ്യൂമിൽ മാർക്കറ്റ് എല്ലാം. പിന്നെ നമുക്കറിയാത്ത ആൾക്കാരാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് പോകുമായിരുന്നു. അതുപോലൊരു ഫീൽ ഞാൻ എല്ലായിടെയും പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. കുറച്ച് മധുരമുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചാൽ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ വാങ്ങി. അവിടെ നിന്ന് ബഹളം കൂട്ടുക കേട്ടോ, അങ്ങനത്തെ ഒക്കെ വാങ്ങി. അപ്പോൾ ഇന്ന് പിന്നെ നൈറ്റ് ആകുമ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. രാത്രി അവൻ പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചിക്കൻ്റെ നമ്മുടെ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ, അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ വൈറ്റ് റൈസും, പിന്നെ ഒരു ഡാൽ കറി. ഡാലിൻ്റെ അകത്ത് കുറച്ച്
ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയായിരുന്നു. അതെന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ ബാലൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ റൂം അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര കത്തി റേറ്റും ഒട്ടും ടേസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ച് രാവിലത്തെ ഫുഡ് നമുക്ക് ഓൾറെഡി കറിയും ചിക്കനൊക്കെ ബാലൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ചപ്പാത്തി പാക്കറ്റ് വാങ്ങാം, പിന്നെ പാല് വാങ്ങാം, ചായപ്പൊടി പഞ്ചസാരൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് എൻട്രി. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹോളാണ്. ഇവിടെ എന്ന് വെച്ചാൽ മോളുടെ ബഹളങ്ങൾ കേൾക്കും. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ. ഇതൊക്കെ മോള് എടുത്തിട്ട് വെച്ചതാണ്. ഇങ്ങനെ നല്ല നല്ല ക്ലീൻ ആയിരുന്നു. ഇതൊക്കെ മോളാക്കി വെച്ചാൽ കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇസമോള്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം വാങ്ങിയതാണ്. ഇതൊക്കെ ഇങ്ങനെ അൺക്ലീൻ ആയിട്ട് കിടക്കുന്നത് മോളുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റിംഗ് ഇത്, അപ്പോൾ ഈ ഒരു ഇത്, അപ്പോൾ നമുക്ക് താഴത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മിനിറ്റ്, നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. ക്യാഷാ? 1 മിനിറ്റ്. അപ്പോൾ സംഭവം പുള്ളിക്കാരൻ സാധനങ്ങൾ കൊണ്ടുവന്നു, ഞാൻ കൊടുത്തു. പക്ഷേ പാല് മിസ്സിങ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ കണ്ടോ, ഇതിനകത്തൊരു ഓട്ട പോലെ ആയിട്ട് പാലെന്ത് ചെയ്തു, മിസ്സായിപ്പോയി. അപ്പോൾ പുള്ളി എന്തോ ക്യാഷ് എന്തോ പുള്ളി പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അവർക്കാണെങ്കിൽ എനിക്കറിയാവുന്ന ഇംഗ്ലീഷും അവർക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ പുള്ളി ക്യാഷൊക്കെ തന്നത് പുള്ളി പോകുന്നുണ്ട്. എനിക്ക് കൊണ്ടുത്തരുമെന്ന് അറിയില്ല. ഞാൻ എന്താണെങ്കിലും ഇൻസ്റ്റാമാർട്ട് കയറിയിട്ട് ഒരു പാലൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര നഷ്ടമാണ്. 39 രൂപയുടെ പാല് 98 രൂപയ്ക്ക് കിട്ടും. കാരണം ഡെലിവറി ചാർജ് കൂടെ. ഇതിപ്പോൾ ഒരുമിച്ചാണെങ്കിൽ എനിക്ക് അത്ര നഷ്ടം വരില്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നഷ്ടമാണ്. പിന്നെ അപ്പോൾ നമുക്കിനി ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ആണ് വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. പിന്നെ കെറ്റിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി പെട്ടെന്ന്. ഓവൻ ഉണ്ട്. അതേപോലെ തന്നെ മിനി ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് ഇതിനകത്ത് ഈ ഒരു ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് തീപ്പെട്ടി എന്തിനാണെന്നറിയില്ല. ഇനി അടുത്തതിനകത്ത് ഇതൊക്കെ ആണെങ്കിൽ പ്ലേറ്റുകളുണ്ട്. പിന്നെ അടുത്തതിൽ നമുക്ക് വേണ്ട അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്കിനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ വാവയുടെ റൂമാണ്. അപ്പോൾ നമ്മൾ അത് അവനെ ശല്യം ചെയ്യില്ല. ഇത് നമ്മുടെ റൂം. നമ്മുടെ റൂം എന്ന് പറയുമ്പോൾ അലങ്കോല ഗലഹലമായിരിക്കുകയാണ്. കാരണം മോള് പിന്നെ ഈ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഇതുള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ ആ സൈഡിൽ കണ്ണാടി വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കബോർഡ് വരുന്നുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഒക്കെ ഈ സമോളുടെ പണിയാണ് കണ്ടോ. ഇങ്ങനെ നടക്കൊക്കെ എടുത്തിടുക, ഇതേയും കാര്യങ്ങളൊക്കെ. ഇവിടെ പിന്നെ ഒരു ഗ്ലാസ് മിററാണ് വരുന്നത്. ഇതുകൊണ്ട് AC ഇട്ടിട്ടാണെന്ന് ഫുൾ വെള്ളം എങ്ങനെയാണെന്ന്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ വന്നിട്ട്. അപ്പോൾ AC ഇടുമ്പോൾ മാത്രം നല്ലോണം ശ്വസിക്കാം. AC ഒക്കെ ഓഫാക്കുമ്പോൾ ഭയങ്കര ഒരു ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്താണെങ്കിലും നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ചപ്പാത്തിയൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കാം. അപ്പോഴത്തേക്ക് പാല് വരികയാണെങ്കിൽ നമുക്ക് പാലും കൂടെ റെഡിയാക്കാം. പാലാണ് മസ്റ്റ് വേണ്ടായിരുന്നു. കാരണം മോൾക്ക് പാലുണ്ടെങ്കിൽ എനിക്ക് ട്രെയിനിലേക്ക് എടുക്കാമായിരുന്നു. എനിക്ക് പറഞ്ഞു തരില്ല, ഇനിയിപ്പോൾ അവർ കൊണ്ടുവരുമോ അറിയില്ല. നമുക്ക് എന്താണെങ്കിലും ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കാം. അതാണ് കുറച്ച് ടൈമുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. റെഡ് റേബലിൻ്റെ തേയിലപ്പൊടി, പിന്നെ ഒരു പേക്ക് ചപ്പാത്തി, പഞ്ചസാര. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്ന് ചെയ്യാം. ആദ്യം നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇളയം കൊണ്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ആട്ടോ ഉള്ളത്. അപ്പം ഇതിനകത്ത് വരുന്നത് 2, 4, 6 മുട്ട. ഇതിനകത്ത് നമുക്കിപ്പോൾ 4 നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഒറിജിനൽ തന്നെ അല്ലേ. അപ്പോൾ ഇതാ 4 മുട്ട നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ മോളെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഫ്രിഡ്ജ് കാണിച്ചു തരാം. മിനി ബാറ്, അതിനകത്ത്
കേട്ടോ നമ്മൾ മാംഗോ ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി സാധനങ്ങളൊക്കെ കറി. അപ്പോൾ ഇത് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. നമുക്ക് ഓവൺ ഉണ്ട്, വേണമെങ്കിൽ ഓവനിൽ ചൂടാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഓരോന്നും ചെയ്യാം. ഇതവിടുന്ന് ആദ്യം എഗ്ഗ് ആവട്ടെ, ഇതിന് കുറച്ച് ടൈം എടുക്കൂലേ, ഇതവിടുന്ന് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് പാല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കാം. ഓവൺ ആദ്യം ഒന്ന് വർക്ക് ചെയ്യുമോ നോക്കണം. അപ്പോൾ ഞാൻ സച്ചിനേട്ടനെ കൊണ്ടൊന്ന് കുത്തിപ്പിക്കട്ടെ. നല്ല ഓഫ് വർക്കാവുമെന്നറിയില്ല. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് നോക്കാം. ഇത് വെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെങ്കിലും ഓഫ് ആക്കാം. തകർപ്പൻ കുക്കിങ്. സച്ചിനേട്ടൻ്റെ മോളും ഇവിടുന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ്. ഏട്ടാ തൂക്ക് മോളെ നോക്കണം കേട്ടോ, വീണ എൻ്റെ മോള് ഉടുപ്പൊക്കെ റെഡി ആക്കി കൊടുക്കോളെ. വാ പോരിട്ടോ മിന്നുണ്ടാപ്രി. ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഇതാട്ടോ നമ്മുടെ ചപ്പാത്തി കയറപ്പോൾ ഇത് ഓരോന്നോരോന്നും പൊട്ടിച്ച് ചുട്ടെടുക്കാം. ഇതെന്താ ചതുരത്തിലുള്ള ചപ്പാത്തി എന്ന് അറിയില്ല. അതിന്റെ ഡിസൈൻ ആയിരിക്കും. എത്ര പീസാണെന്ന് അറിയില്ല, നമ്മൾ നോക്കി 5 അങ്ങനെ തന്നെ അല്ലേ? ചപ്പാത്തി ഓരോന്നോരോന്നും ചുട്ടെടുക്കാം. ഓയിലൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുട്ട നമുക്ക് വെള്ളത്തിൽ വെക്കാം. മുട്ട ഞാൻ വാങ്ങാൻ മെയിൻ ആയിട്ടുള്ള കാരണം മോൾക്ക് കൊടുക്കാൻ ഒരു ഫുഡും ഇവിടെ കിട്ടൂല. അപ്പം എഗ്ഗ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ പാലൂടെ വന്നില്ലേ, എനിക്ക് പാലും ഇതെല്ലാം കൂടെ അപ്പൊ ഞാൻ എന്താണെങ്കിലും ആദ്യം ഈ ചപ്പാത്തി ഒന്ന് ചുട്ട് പിന്നെ ആ കറി ഒന്ന് ചൂടാക്കി ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ അതുവരെ എൻ്റെ ഫോൺ ചാർജിലൊന്ന് ചാർജ് ചെയ്തോക്കട്ടെ കേട്ടോ. പോരോ, ഞാനിവിടുന്ന് ചപ്പാത്തി മുട്ട മോൾക്ക് കൊടുത്ത് സച്ചിനായിട്ട് അത് തിന്ന് അതിൻ്റെ ബാക്കി അത് തിന്നണം കേട്ടോ. അപ്പം എൻ്റെ വാവ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയത് അപ്പൊ തുറന്നു നോക്കിയിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ ആരാ കഴിക്കാന്നറിയില്ല. കുഞ്ഞി വട വേണ്ടോ, കുഞ്ഞി വട. പിന്നെ മറ്റേതാടെ പൂജയുടെ ഇതാ പൂരി, 2 ഇതില് പൂരി. ഇത് ഇതാന്ന് തോന്നുന്നു, ചമ്മന്തിയാന്ന് തോന്നുന്നു. പലതരം ചമ്മന്തികൾ ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടാ ബാജിക്കറി, കേരള സ്റ്റൈൽ ബാജിക്കറി, വട, പിന്നെ ഇന്നലത്തെ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ, പിന്നെ എന്തിനും പൂരി, നമ്മൾ ചുട്ട ചപ്പാത്തി, മുട്ട, കറികൾ. ഇതാണ് ഇതുള്ളത്. ഇനിയിപ്പോൾ ചായ വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കണം. പിന്നെ ഈ കറി ഇനിയിപ്പോൾ വേണോന്നറിയില്ല. കറി നമുക്ക് നോക്കിയിട്ട് എടുക്കാം, ഓരോന്നോരോന്ന് ചെയ്യാം. ഈ ചായയിൽ ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വരാവേ. കട്ടൻ ചായ ഉണ്ടാക്കി, അവിടെ പാൽ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി മോളെ കുളിപ്പിക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ കാണിച്ചാൽ. അപ്പോൾ ഞാൻ പോയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി ചായ കൊടുക്കട്ടെ. ഇറങ്ങുമ്പോൾ കാണിച്ചാൽ ഞങ്ങളങ്ങനെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഒന്ന് കാണിച്ചു കൊടുക്ക്. സ്റ്റേ ചെയ്തിട്ടുള്ള ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് അടിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വരും. അതിൻ്റെ ഞങ്ങൾ സൂറത്ത് ജംഗ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് അപ്പോൾ ഊബർ ഇപ്പോൾ വരും. ഇനി നമുക്ക് ആദ്യം സൂറത്ത് ജംഗ്ഷനിലേക്ക് പോകാം അല്ലേ. അവിടെ പോയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ വണ്ടി വന്നു കേട്ടോ. ഇനി നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. അവിടെ പോയിട്ട് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഓരോ ഷോപ്പിൽ കയറിയിട്ട് അപ്പോൾ അവനവൻ്റെ ബിസിനസ് കാര്യങ്ങളായി ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയി എന്നാണ് ഇനി പോയി നോക്കാം. ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ, നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ഡ്രസ്സാട്ടോ. അപ്പം അതാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഡ്രസ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ഇതിപ്പോൾ ഗുജറാത്തിൽ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാട്ടോ. അപ്പം ഇവിടെ വെച്ചാൽ വീടുകളൊന്നും അധികം ഒന്നും കാണില്ല, ഫുൾ ഫ്ലാറ്റുകളാണ്, ഫുൾ കെട്ടിടങ്ങളാണ്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒട്ടും കടകളോ ഒന്നുമില്ല, എല്ലാം ഓൺലൈനിലാണ്. ഇതാട്ടോ ബിൽഡിങ്ങുകൾക്ക് ഓരോന്നോരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി അല്ലേ, എല്ലാം നല്ല അടിപൊളി റോഡുകളാണ്.
ഇവിടെ ഇത്രത്തോളം എല്ലാം അടിപൊളിയാണ്. ഫുഡ് മാത്രമേ നമുക്ക് കുറച്ചൊരു ഇതായിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ലോക്കൽ ഫുഡ് എനിക്ക് ഇഷ്ടമായി, പക്ഷെ വാവയ്ക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ ഫ്രൈഡ് റൈസ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. ബാക്കിയൊക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു തായ്ലൻഡ് സ്റ്റൈല് പോലെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കാണുമ്പോൾ. പിന്നെ നല്ല വൃത്തിയല്ലേ, നല്ല നീറ്റാണ് ഇവിടുത്തെ സംഭവം. റോഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റാണ്. ഇടയ്ക്ക് ചെറുതായിട്ട് ഞങ്ങളെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി മീൻസ് ഒരാൾ വന്നിട്ട് ഞങ്ങളെ വണ്ടിയിലേക്ക് കുത്തിട്ടോ. അപ്പൊ എന്നിട്ട് ചോദിക്കാൻ പോയതാണ്. ഒരാൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. അപ്പൊ ഡ്രൈവർ അതിനെ പോയിട്ട് ഞങ്ങൾ മലയാളം ഭാഷ നമ്മൾ ഭാഷ ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഇവർ തമ്മിൽ തന്നെയാണ് കച്ചറ. ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് നമ്മളെ നാടല്ല. അവർ പറഞ്ഞ് അവർ സംസാരിക്കും, അല്ല ഞങ്ങൾ അടുത്ത വണ്ടി വിളിക്കും. ഞങ്ങൾ പെരുവയിലായി ഗൈസ്. എന്റെ മോള് ഉറങ്ങി. അപ്പൊ പുള്ളി ഞങ്ങക്ക് വേറെ ക്യാബ് വിളിച്ചു തരാന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ അല്ലേലും അയാളെ കയ്യിലാണ് തെറ്റുള്ളത്. ബാക്കിൽ വന്ന് ഇടിച്ചാണ് അല്ലേ? ബാക്കിൽ വന്ന് ഇടിച്ചാണ്. പിന്നെ അയാൾ മറ്റേ ആളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ വേറെ വണ്ടി വിളിക്കാന്നാ പറഞ്ഞത്. ഞങ്ങൾ പോവാണ്. നമ്മൾ നല്ല സ്ഥലം കേട്ടോ. ഇത് റോഡാണെങ്കിൽ പോലും കാണാനൊക്കെ ഭയങ്കര, നമുക്ക് നിൽക്കാനൊക്കെ തണൽ മരങ്ങളൊക്കെ ഉള്ള. വണ്ടി ഇരിക്കുമ്പോൾ പറയേണ്ട കാര്യമാണത്. പുള്ളിക്കാരിപ്പോ ആ വണ്ടീന്റെ ചാവിയൊക്കെ എടുത്ത് ഞങ്ങളോട് കേറിക്കോ, ഞാൻ തന്നെ ഇറക്കി തരാന്ന് പറഞ്ഞു. പുള്ളി പാവോ, സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാവുന്നുണ്ട്. ആ പുള്ളി അവിടെ നിൽക്കണം. ആ പുള്ളിന്റെ ചാവി കൊണ്ട് ഈ പുള്ളി പോയി. പൈസ കൊടുത്താൽ തിരിച്ചു തരാന്ന് പറഞ്ഞു. കേരളത്തിന്റെ വേറെ സ്ഥലത്താണ്, നമുക്കൊന്നും മിണ്ടാൻ പറ്റൂലല്ലോ. എന്താണെങ്കിലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ കൊണ്ടാക്കാൻ ഒരു പോവാണ്. മറ്റേ ബൈക്കുള്ളതിന്റെ ചാവി പരിപാടിയാണ്. 5000 വേണമെന്നാണ് പറയുന്നത്. മറ്റേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ പെരും മഴയാണ് ഇവിടെ. ഫുള്ള് മഴയാണ്, ഭയങ്കര മഴയാണ്. പുറത്തിറങ്ങുന്നൊക്കെ റിസ്ക് ആണ്, ഭയങ്കര മഴയാണ്. ഞങ്ങളുടെ കയ്യിലാണ് ലഗേജ് ഒരുപാട്. ലഗേജ് കുറച്ച് കൂടുതലാണ്. ഇതൊക്കെ കൊണ്ട് മോളെ കൊണ്ട് എങ്ങനെയാണ് പുറത്തിറങ്ങാന്ന് അറിയില്ല. ചിലപ്പോൾ മഴ ഇപ്പം നിൽക്കായിരിക്കും. പുറത്ത് ഞങ്ങൾ വണ്ടി ഇറങ്ങിയ സമയത്ത് പുറത്ത് ഭയങ്കര മഴ. ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ബിസിനസ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിലുള്ളത് ഉണ്ട്. ഞാനും കൂടെ വീഡിയോ ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ നോക്കി നോക്കാം. അവൻ ആദ്യം സംസാരിച്ചൊന്ന് റെഡി ആക്കട്ടെ. ഇവിടെ വന്ന ഒരു പ്രത്യേകത, നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫുഡ് തരും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. അവർ താലി എന്ന് പറയുന്ന താലി ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ പപ്പടം ഞാൻ കാണിച്ചു തരാം. റൈസ്, എന്തോ ജീരക മുട്ടയുണ്ട്, ഗുലാബ് ജാം ഉണ്ട്, പപ്പടം ഉണ്ട്, ദാൽ കറിയാന്ന് തോന്നുന്നു, എന്തോ വേറെന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതാട്ടോ ഇതുള്ള സംഭവം ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ എന്താണെന്നറിയില്ല, ചപ്പാത്തിയാന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ മോരുണ്ട് ഓരോ ആൾക്കാർക്കും. ഫുഡ് എങ്ങനെയുണ്ട്? രസമുണ്ടോ? രസമുണ്ട്. കഴിക്കുന്നുണ്ട്. എനിക്കും കൊതി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ, മോൾക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഡാൽ കറി ആട്ടോ. ജീര റൈസിൽ ഡാലിട്ട് അതിനായിട്ട് പറഞ്ഞു ഇക്കറി നല്ല രസമുണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടി വെക്കാം. പിന്നെ ഇതെന്തോ വേറെന്തോ ഒരു കറിയാണ്. ആദ്യം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം.
കുഴപ്പമില്ല, മറ്റേ ഫ്രൈഡ് റൈസിനേക്കാളും കൊള്ളാം. ഓരോന്നോരോന്ന് നോക്കുവേ. ഇത് പനീർ കറി. ഇത് ഇത് പനീറിൻ്റെ വേറൊരു കറി. ഇത് വേറൊരു കറി. ഇത് ദാല്. ഇത് മറ്റേ ജീരക മിഠായി ഒക്കെ കിട്ടും. 2 ഗുലാബ് ജാമുൻ ഉണ്ടാവും കേട്ടോ. 1 ഗുലാബ് ജാമുൻ ഇതിൽ 1 ഗുലാബ് ജാമുൻ. ഞാനൊക്കെ ഒരുപാടുണ്ട്. ഇതിന് എത്ര പൈസ ആണെന്നറിയില്ല. ആ പപ്പടം ഉണ്ട്. കൈ കൊണ്ട് കഴിച്ചാലും എൻ്റെ മോക്കൊന്നും കൊടുത്തു. നല്ല രസമുണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഈ താലി എന്ന് പറയുന്ന ഫുഡ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അപ്പോൾ നിങ്ങൾ ഇതുപോലെ സൂറത്തിൽ വന്ന് എന്താ പറയുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉച്ച സമയമൊക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ചായ തരും, അവിടെ കോഫി തരും. കാരണം നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ബൾക്കായിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഫുഡ് തരും. അപ്പോൾ എന്നാലും ഞാൻ കഴിച്ചിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിൽ കയറി കേട്ടോ. ഞങ്ങൾ ഈ സൈഡിലുള്ള ബെർത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഞാനും മോളും. കാരണം അവൾ താഴെ ഇരിക്കുമ്പോൾ മൊത്തത്തിൽ ഇറങ്ങി ഓടിക്കളയാം. ഇവിടെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഇറങ്ങാനാവില്ലല്ലോ, കുറച്ചത്ര സേഫ് അല്ല. എന്നാണെങ്കിലും എൻ്റെ മോളാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ആൾക്കാർ കുറയുന്നതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതാണ്. അപ്പോൾ തൽക്കാലം എന്തായാലും ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ച താലിയൊക്കെ എനിക്ക് വിശന്നു പോയി. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ എടുത്ത് കഴിക്കണം. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഓക്കെ, രാവിലെയായി അങ്ങനെ കേട്ടോ. ഞാനും മോളും കൂടെ ദാണ്ടെ ആ ബെഡിലാണ്. മോളിപ്പോഴും എണീറ്റിട്ടില്ല. സച്ചിനേട്ട അതിൻ്റെ മുകളിലത്തെ വീട്ടിലായിരുന്നേ. അപ്പോൾ സച്ചിനേട്ട ഇരുന്നിട്ട് വടാപ്പാവ് കഴിക്കുകയാണ്. ചായ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് കേട്ടോ. പക്ഷെ ചായ നമുക്ക് സെറ്റാവില്ല. ഏട്ടൻ കഴിക്കുന്നുണ്ട്. രാത്രി ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. അതാണ് അങ്ങനെ കാണിച്ചു തരാത്തത് കേട്ടോ. രാത്രി ഫുഡേ കഴിച്ചില്ല. ഏട്ടൻ എന്തോ ഇതുപോലെ എന്തോ വട അങ്ങനത്തെ സംഭവമാണ് വാങ്ങിയത്. പിന്നെ രസം ചേട്ടാ, കുഴപ്പമില്ല, അതന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അപ്പം ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ വരാം. ഇസമോൾ അവിടെ സെറ്റാട്ടോ. ഇവിടെ കുറേ അമ്മമാരുണ്ട്, അവരുടെ കൂടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെയോ കൊടുത്തിട്ട് ഭയങ്കര ബഹളാട്ടോ. എന്തൊക്കെയോ കൊടുത്തിട്ട് അവിടെ നിന്ന് ഓരോരുത്തിരുന്ന് കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ കേട്ടോ. മോള് ഉറങ്ങുകയാണ്. അച്ഛനേട്ട ഇവിടെ ഉണ്ട്. വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞങ്ങൾ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ട്രെയിനിൽ നിന്ന് ഇറങ്ങിട്ടോ. കുറേ കഷ്ടപ്പെടുന്ന ട്രെയിൻ യാത്ര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മലയാളികളുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ മലയാളികളൊക്കെ പരിചയപ്പെടാൻ പറ്റി. അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഏകദേശം 10 മണിയാട്ടോ രാത്രി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങട്ടെ. ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.